എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ പൈലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ആ വ്യക്തി ആയതുകൊണ്ട് തീരുമാനം നിങ്ങളുടെ സംബന്ധിച്ചാണെങ്കിലും ആ വ്യക്തി തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ എത്രയെത്ര വെല്ലുവിളികളിലൂടെ കടന്നു വന്നതാണ്. നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്നൊരു വ്യക്തി, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു വ്യക്തി, ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോയ നിങ്ങൾക്ക് ആ വ്യക്തി നൽകിയ അനുഗ്രഹവും ആ വ്യക്തി നൽകിയ പിന്തുണയും വലുതാണ്. ഒരിക്കൽ പോലും ആ വ്യക്തിയെ നിങ്ങൾ മോശമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളെ ആ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് നന്മ നൽകുന്ന, നിങ്ങൾക്കൊരുപാട് കരുത്ത് നൽകുന്ന നിലപാടാണ് ആ വ്യക്തി എപ്പോഴും സ്വീകരിച്ചത്. നിങ്ങളെ ഒറ്റപ്പെടുത്താനോ നിങ്ങളെ വിഷമിപ്പിക്കാനോ നിങ്ങളുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഉള്ള ഒരു നീക്കവും ഏത് ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ആ വ്യക്തി സഹിക്കില്ല, ആ വ്യക്തി അത് പ്രോത്സാഹിപ്പിക്കില്ല. ആ വ്യക്തി നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ പിന്തുണയും സാന്നിധ്യവും നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നതല്ല. എത്രയെത്ര പ്രതീക്ഷ നിർഭരമായ ജീവിതമാണ് ആ വ്യക്തി നിങ്ങൾക്ക് സമ്മാനിച്ചത്. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, അതിലെല്ലാം തണലേകിയിട്ടേ ഉള്ളൂ ആ വ്യക്തി ഏകിയ തണൽ കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ അഗമമായി സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നു. ഒരുപക്ഷെ ആ വ്യക്തിയെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? സൗമ്യ ഭാവത്തോടെ നിങ്ങളെ സ്നേഹിച്ച, യാതൊരു അവകാശവാദവും ഇല്ലാതെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പോലും തെറ്റ് ആ വ്യക്തിയുടെ ഭാഗത്ത് തോന്നുകയോ ആ വ്യക്തി ചെയ്യുകയില്ല. ഒരിക്കലും ഒരു തിന്മ നിങ്ങളോട് ചെയ്യില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യം നിങ്ങളോട് ചെയ്യില്ല. എപ്പോഴും നിങ്ങളെ സ്നേഹിച്ചും നിങ്ങളെ ഉൾക്കൊണ്ടും നിങ്ങൾക്കായി നിലപാടെടുത്തുമാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങൾക്കെതിരായൊരു നിലപാട് സ്വീകരിക്കില്ല. അത് ആ വ്യക്തിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് എതിരായ ഒരു നിലപാട് സ്വീകരിക്കുകയോ നിങ്ങൾക്കെതിരായി ഒരു കാര്യം ചെയ്യുകയോ ചെയ്യില്ല. എന്നും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, നിങ്ങളുടെ സ്നേഹം പറ്റിക്കൊണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, നിങ്ങൾക്കായി ജീവിതം മാറ്റിവെച്ചുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾ അതിജീവിച്ചിരുന്നു. അതിന് ഏറ്റവും വലിയ പിന്തുണ നിങ്ങൾക്ക് നൽകിയത് നിങ്ങളുടെ വ്യക്തിയാണ്. ആ വ്യക്തി നൽകിയ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളൊരുപാട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുമായിരുന്നു. ഒരുപാട് സംഘർഷങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നിങ്ങളെ ബാധിക്കുമായിരുന്നു. പക്ഷേ ആ വ്യക്തി നിങ്ങളെ സഹായിക്കുകയായിരുന്നു, നിങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയായിരുന്നു. ആരെയും നിങ്ങളെ ഉപദ്രവിക്കുവാനായിട്ട് ആ വ്യക്തി വിട്ടു നൽകില്ല. ആ വ്യക്തി എടുക്കുന്ന ഏത് തീരുമാനവും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു തീരുമാനമാകാം, പക്ഷെ അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഭാവിയിൽ നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വ്യക്തിക്ക് അങ്ങനെയല്ലാതെ ഒരു തീരുമാനം എടുക്കാനും കഴിയില്ല. അടുത്തതായിട്ട് പുഷ്പം പൈലായി സ്വീകരിച്ചൊരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ആ വ്യക്തി എടുക്കുന്ന തീരുമാനം നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്, സത്യമാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് അനുകൂലം ആണോ എന്നുള്ളത് സംശയമാണ്. കാരണം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ കേവലം നിങ്ങളെ സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി നല്ല ഭാവം ഉപയോഗിച്ചാണ് ആ തീരുമാനം എടുത്തത്. പക്ഷെ ആ തീരുമാനം നിങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായാൽ അത്ഭുതപ്പെടാനില്ല. തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാണ്, പക്ഷേ ആ വ്യക്തി യാതൊരു നിലപാടും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു കാര്യവും കൃത്യമായി ചെയ്യാതെ എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ ഒരു നഷ്ടം, ഒരു നാണക്കേട് നിങ്ങൾക്കുണ്ടാവും. കാരണം ആ വ്യക്തി നിങ്ങളെ ഭ്രാന്തമായാണ് സ്നേഹിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ
പിന്താങ്ങണമെന്നും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നൽകണമെന്നും ആ വ്യക്തി കണ്ണും മൂക്കും അല്ലെങ്കിൽ ഒരു നയവും ഇല്ലാതെ ചിലരോട് അടിച്ചേൽപ്പിച്ചു. നിങ്ങൾ രഹസ്യമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളുടെ ശത്രുക്കളോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഈ ഒരു കാര്യം രഹസ്യമായിട്ട് പറയുകയാണ്, ഈ കാര്യം ആരോടും പറയരുത് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമാക്കി. പക്ഷേ ആ വ്യക്തിയുടെ നിഷ്കളങ്കത കൂടുതൽ കൊണ്ട്, ആ വ്യക്തി നിഷ്കളങ്കമായി ചിന്തിക്കുന്നത് കൊണ്ട് ആ വ്യക്തി ചില ആളുകളോട് ആ കാര്യങ്ങൾ പറഞ്ഞു. ആ ആളുകൾ നിങ്ങൾക്കെതിരെ ആ കാര്യങ്ങൾ നീക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളത് മുൻകൂട്ടി അറിയുകയും മുൻകൂട്ടി ആ വ്യക്തിയോട് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ആ വ്യക്തി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ആ വ്യക്തിക്ക് കാര്യം ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സാണ്. നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്തിലും ഊണിലും ഉറക്കിലും എന്ത് കാരണമുണ്ടെങ്കിലും നിങ്ങളിങ്ങനെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളെ സ്നേഹിക്കാനല്ലാതെ ആ വ്യക്തിക്കൊന്നും അറിയില്ല, നിങ്ങളെ സ്നേഹിക്കാനല്ലാതെ ആ വ്യക്തി ഒന്നും ചിന്തിക്കില്ല. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധമില്ല. അങ്ങനെ അവബോധമില്ലായ്മ കൊണ്ട് ആ വ്യക്തി എന്തും വിളിച്ചു പറയുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച കാര്യം ആ വ്യക്തി ചില ആളുകളോട് പറയുന്നു. അത് നിങ്ങൾക്ക് ദേഷ്യമാകുന്നു. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കുറച്ച് സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞ് ആരോടും പറയരുത്, അല്ലെങ്കിൽ ആരോടും പങ്കുവെക്കരുതെന്ന് പറഞ്ഞ കാര്യം ആ വ്യക്തി പരസ്യമാക്കിയത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യം തോന്നി. കാരണം നിങ്ങളത് മുൻകൂട്ടി കണ്ടിരുന്നു. അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല എന്നൊക്കെ പറയും. നിഷ്കളങ്കത കൊണ്ടാണ്, സ്നേഹക്കൂടുതൽ കൊണ്ടാണ് എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, ഈ വിശ്വാസമില്ലാത്തവരെയും വിശ്വസിക്കുന്നൊരു സ്വഭാവം. അതിൻ്റെ പേരിൽ പിന്നീട് എല്ലാം കഴിഞ്ഞിട്ട് അത് മാപ്പ് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഒരു ചില പറ്റുകൾ ആ വ്യക്തിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ കാര്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. നിങ്ങളെ ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ അങ്ങനെ ഒരു ഉദ്ദേശം ആ വ്യക്തിക്കില്ല. ഒരിക്കലും അങ്ങനെ നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ നിൽക്കാറില്ല. നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടവുമല്ല. കാരണം നിങ്ങളുടെ നേട്ടവും നിങ്ങളുടെ നന്മയുമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പ്രയോഗത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് ചിലപ്പോൾ ശല്യമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത പ്രവൃത്തിയാണെന്നൊക്കെ തോന്നുമെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ച് ആരെയും അലോസരപ്പെടുത്താനോ ആരെയും വിഷമിപ്പിക്കാനോ ആരെയും ബുദ്ധിമുട്ടിക്കുന്നതിനൊന്നും ഒരു താല്പര്യവുമില്ല. വളരെ നിഷ്കളങ്കമായിട്ട് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കൊണ്ടുപോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. അല്ലാതെ ഒരു കാര്യവും ആ വ്യക്തി ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഇല്ല. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ആത്യന്തികമായിട്ട്, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില നടപടികൾ അതിലുണ്ടാകുമെന്ന് മാത്രം. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ പരിണിത ഫലങ്ങൾ നിങ്ങൾക്കും ആ വ്യക്തിക്ക് അനുകൂലമായി നന്മയായിട്ട് വരൂ. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അതിലുണ്ടാകുമെന്ന് മാത്രം. ആ വ്യക്തി അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്തതിലുള്ള പരാതി നിങ്ങൾക്കുണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.